ഹായ് ഓൾ. സോ CBSE ക്ലാസ് 9 സിലബസ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ പലരും കൺഫ്യൂഷനിലായിരിക്കും, പലരും പേടിച്ചിരിക്കുമായിരിക്കും എന്തൊക്കെയായിരിക്കും ആ ചേഞ്ചുകൾ വന്നിട്ടുള്ളത് എന്ന് അറിയാനായിട്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ സയൻസിലും മാത്സിലും ക്ലാസ് 9 എന്തെല്ലാം ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്, അത് ഏത് ലെവലിലുള്ള ചേഞ്ചുകളാണ് എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് സയൻസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത് എന്ന് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ചാപ്റ്റേഴ്സിന്റെ പേരെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് സയൻസിൽ. അപ്പം നമുക്ക് ഓരോ സബ്ജക്ട് വൈസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ബയോളജിയിൽ നോക്കാം. സോ ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്: സെല്ല്, ടിഷ്യൂ, റീപ്രൊഡക്ഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി. ഓക്കെ, സോ കഴിഞ്ഞ കൊല്ലം ബയോളജിയിൽ ഉണ്ടായിരുന്നത് സെല്ല്, ടിഷ്യൂസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. സോ ദാറ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തതിന് ശേഷം 2 പുതിയ ചാപ്റ്റർ ആഡ് ആയിട്ടുണ്ട്. വൺ ഇസ് റീപ്രൊഡക്ഷൻ ആൻഡ് അതർ വൺ ഇസ് ഡൈവേഴ്സിറ്റി. സോ അങ്ങനെ 2 ചാപ്റ്ററും കൂടി ആഡ് ആയതിനു ശേഷം മൊത്തം 4 ചാപ്റ്റർ ആണ് നമുക്ക് ബയോളജിയിൽ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ, കെമിസ്ട്രിയിൽ കഴിഞ്ഞ കൊല്ലം മാറ്ററിനെ റിലേറ്റ് ചെയ്തിട്ട് ചാപ്റ്റർ ഉണ്ടായിരുന്നു. ലൈക്ക് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു ചാപ്റ്റർ എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ലൈക്ക് സെപ്പറേഷൻ ടെക്നിക്സ്, കൊയാഗുലേഷൻ പോലുള്ള +1 നമ്മൾ ഡീൽ ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. സോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. സോ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ സിമ്പിൾസ്, അതുപോലെ തന്നെ ആദ്യത്തെ 18 എലമെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ആൻഡ് തേർഡ് വൺ ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റംസ് എങ്ങനെയാണ്, മോളിക്യൂൾസ് അതിൻ്റെ എലമെന്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പീരിയോഡിക് ടേബിളിൽ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദെൻ വൺ മോർ ചാപ്റ്റർ അതേ ഇൻ കെമിസ്ട്രി, എർത്ത് ആസ് എ സിസ്റ്റം, എനർജി, മാറ്റർ ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി പുതിയതായിട്ട് കെമിസ്ട്രിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്നത്. 4 ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ കെമിസ്ട്രി. അപ്പം ബയോളജിയിൽ 4 ചാപ്റ്റർ, കെമിസ്ട്രിയിലും 4 ചാപ്റ്റർ. അങ്ങനെയാണ് നമ്മുടെ ബയോളജി കെമിസ്ട്രിയുടെ ചാപ്റ്റർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിസിക്സിലേക്ക് വരുമ്പോൾ മോഷൻ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റർ. ഇത് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ചാപ്റ്റർ തന്നെയാണ്. ആൻഡ് ദെൻ വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെക്കാനിക്സ്. വർക്ക് എനർജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. സോ വർക്ക് എനർജിയുടെ കൂടെ സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന പുതിയൊരു ടേം കൂടി ആഡ് ചെയ്തിട്ട് അതൊരു പുതിയ ചാപ്റ്റർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഗ്രാവിറ്റേഷൻ, ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റർ കൂടി പഠിക്കാറുണ്ടായിരുന്നു. ആ 2 ചാപ്റ്ററും ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആ ചാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സൗണ്ട്. അങ്ങനെ മൊത്തത്തിൽ മോഷൻ, വർക്ക്, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ്, സൗണ്ട്, ഇങ്ങനെ ടോട്ടൽ 4 ചാപ്റ്റർ ആണ് നമുക്ക് ഫിസിക്സിന്റെ പോർഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് സയൻസിൽ വന്ന മൊത്തത്തിലൊരു ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ വലിയ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്, കുറച്ച് ഹയർ ലെവലാണ്, അങ്ങനെ തന്നെ പറയാൻ പറ്റും. കെമിസ്ട്രിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്നത്. 4 ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ കെമിസ്ട്രി. അപ്പം ബയോളജിയിലും 4 ചാപ്റ്റർ, കെമിസ്ട്രിയിലും 4 ചാപ്റ്റർ. അങ്ങനെയാണ് നമ്മുടെ ബയോളജി കെമിസ്ട്രിയുടെ ചാപ്റ്റർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫിസിക്സിലേക്ക് വരുമ്പോൾ മോഷൻ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റർ. ഇത് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന ചാപ്റ്റർ തന്നെയാണ്. ആൻഡ് ദെൻ വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെക്കാനിക്സ്. വർക്ക് എനർജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. സോ വർക്ക് എനർജിയുടെ കൂടെ സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന പുതിയൊരു ടേം കൂടി ആഡ് ചെയ്തിട്ട് അതൊരു പുതിയ ചാപ്റ്റർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഗ്രാവിറ്റേഷൻ, ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന 2 ചാപ്റ്റർ കൂടി പഠിക്കാറുണ്ടായിരുന്നു. ആ 2 ചാപ്റ്ററും ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആ ചാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ സൗണ്ട്. അങ്ങനെ മൊത്തത്തിൽ മോഷൻ, വർക്ക്, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് സിമ്പിൾ മെഷീൻസ്, സൗണ്ട്, ഇങ്ങനെ ടോട്ടൽ 4 ചാപ്റ്റർ ആണ്
നമുക്ക് ഫിസിക്സിന്റെ പോർഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതാണ് സയൻസിൽ വന്ന മൊത്തത്തിലൊരു ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ വലിയ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഹയർ ലെവലാണ്, അങ്ങനെ തന്നെ പറയാൻ പറ്റും. സോ കുറച്ച് ഹയർ ലെവലിലോട്ട് നമ്മളുടെ സിലബസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ മാറിയ സിലബസ് ഓർത്ത് പേടിക്കേണ്ട, വളരെ കൃത്യമായിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ വളരെ ഉപകാരം ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ +2 ശേഷം നീറ്റ്, കീം പോലുള്ള എൻട്രൻസ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ബേസിക്സ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു ചാപ്റ്റേഴ്സിൽ വന്നത് അല്ലെങ്കിൽ ആ ഒരു സിലബസിന്റെ പാറ്റേൺസിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ നല്ല ചേഞ്ച് തന്നെയാണ്. നിങ്ങൾ നല്ല രീതിയിൽ അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ ഫ്യൂച്ചർ. ഓക്കെ, സോ നമ്മൾ സയൻസിന്റെ മാറ്റങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മാത്സിൽ എന്തെല്ലാം ചേഞ്ചുകളാണ് വന്നത് എന്നൊന്ന് നോക്കാം. മക്കളെ, നമ്മുടെ മിക്ക കുട്ടികളുടെയും പ്രധാന പ്രശ്നമാണ് അവർക്ക് ബേസിക് ഫൗണ്ടേഷൻ ഇല്ലായത്. അപ്പൊ 9th പുതിയ CBSE സിലബസ് പ്രകാരം കുറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് സിലബസിൽ. അപ്പൊ നമുക്ക് മാത്സിൽ എന്തൊക്കെ ചേഞ്ചസ് ആവാന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാത്സിൽ മക്കളെ മൊത്തം 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ നമ്പർ സിസ്റ്റം എന്നുള്ള ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിം ചാപ്റ്റർ ആണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓൾജിബ്രയാണ്. ഓൾജിബ്രയിൽ മൊത്തം 4 ചാപ്റ്റർ വരുന്നുണ്ട്. 4 ചാപ്റ്ററിൽ 2 ചാപ്റ്റർ എന്താണ് ഓൾറെഡി സിലബസിലുള്ള ചാപ്റ്റർ ആണ് കഴിഞ്ഞ വർഷം. പക്ഷെ 2 ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പുതുതായിട്ട് ആഡ് ഓൺ ആയിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പോളിനോമിയൽസ് ആണ്. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിം ചാപ്റ്റർ ആണ്. സോ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻ ആണ്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. ഇത് പുതിയ ടോപ്പിക്സ് ആണ്. എന്ത്, സീക്വൻസ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അതേപോലെ ജിയോമെട്രിക് പ്രോഗ്രഷൻ, അതേപോലെ ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇത് 10th നിങ്ങൾക്ക് അതേപോലെ +1 പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ടായിരിക്കും എന്ത് വരിക, ഈ ചാപ്റ്ററിൽ വരിക. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, എക്സ്പ്ലോറിങ് ആൾജിബ്രിക് ഐഡന്റിറ്റീസ് ആണ്. ഇത് എന്താണ്, പുതിയ ചാപ്റ്റർ തന്നെയാണ്. ഇത് +1 ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ വരിക. സോ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. ഇതെന്താണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിം ചാപ്റ്റർ ആണ്. സോ ഈ 4 ആണ് എന്ത് ചെയ്തത്, ഓൾജിബ്ര എന്നുള്ള യൂണിറ്റിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്, കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. സോ ഇത് സെയിം ആണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതും ഈ വർഷം ഉണ്ടായിരുന്നതും സെയിം ചാപ്റ്റേഴ്സ് ആണ്. സോ ഫസ്റ്റ് 3 യൂണിറ്റ്സ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് 4th യൂണിറ്റ് ആണ്. 4th യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജോമെട്രി ആണ്. ജോമെട്രിയിൽ 5 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സെയിം കഴിഞ്ഞ വർഷമുള്ള അതേപോലെയുള്ള ചാപ്റ്റർ തന്നെയാണ്. ഏതൊക്കെയാ, ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി, അതേപോലെ എന്താണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാങ്കിൾസ്, കോർഡിനേറ്റേഴ്സ്, സർക്കിൾസ്. സോ ഈ ചാപ്റ്റർ സെയിം കഴിഞ്ഞ വർഷമുള്ള സെയിം ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. സോ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് നോക്കാം. 5th യൂണിറ്റ് ആണ് എന്ത്, മെൻസുറേഷനിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റർ ആണ് എന്ത്, സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ ഈ വർഷം ഏരിയ ആൻഡ് പെരിമീറ്റർ എന്നുള്ള പുതിയ ടോപ്പിക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? സോ 5th യൂണിറ്റ് കഴിഞ്ഞു. അടുത്ത 6th യൂണിറ്റ് ആണ്. 6th യൂണിറ്റിന്റെ പേര് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ആണ്. അതിലെന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ഓൾറെഡി പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്റർ ആണ് കഴിഞ്ഞ വർഷം. പക്ഷെ നമുക്ക് എന്തുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി എന്നുള്ള പുതിയ ചാപ്റ്റർ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ 10th +1 +2 നിങ്ങൾക്ക് പഠിക്കും. സോ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, 9th നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ വന്ന ചേഞ്ചുകളെല്ലാം ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പുതിയതായിട്ട് ആഡ് ചെയ്തത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഡിലീറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം, പുതിയതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ കേസ് ഓഫ് സയൻസ് ആൻഡ് മാത്സ് ഡിസ്കസ് ചെയ്തു. സോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ കൂടി ഉണ്ടായിട്ടുണ്ടാവും, ഇതെങ്ങനെ ഞാൻ പഠിച്ചെടുക്കും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു +1 ലെവലിലുള്ള ടോപ്പിക്സ് വരെ നമുക്ക് ഇതിന്റെ അകത്ത് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കും എന്ന് ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഴ്സാണ് എഡൈസിന്റെ ക്ലാസ് 9 സൂപ്പർ ബാച്ച് 2026-27. ഓക്കെ, സോ ക്ലാസ് 9 സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരു സിലബസ് എങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുത്ത് ഫുൾ A1 വാങ്ങാം എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു 1 year ലോങ് പ്രോഗ്രാം ആണ്. നിങ്ങൾ 2026 മുതൽ 27 നിങ്ങളുടെ ബോർഡ് എക്സാം ആവുന്നത് വരെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം
ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിന്റെ അകത്ത് സബ്ജക്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻ ആയിട്ട് മാത്സ്, സയൻസ്, ദെൻ സോഷ്യൽ സയൻസ് പ്ലസ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു സബ്ജക്ട് പ്ലസ് നിങ്ങളുടെ എന്താ പറയാ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോട്ടൽ പാക്കേജ് ആണ് നമ്മളുടെ ഈ ഒരു സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ പറയുന്ന ഓൺലൈൻ ബാച്ചും അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്യൂഷൻ ബാച്ച് പോലെ തന്നെയല്ലേ, എന്താണ് അതിനകത്ത് ഡിഫറൻസ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആവുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്തുണ്ട്. സോ ഇത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ആണ്. കാരണം നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആണ്. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. ലൈക്ക് ഒരു 1-on-1 ട്യൂഷൻ പോലെയാണ്. നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ടീച്ചേഴ്സ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ആൻസേഴ്സ് തരുന്നതായിരിക്കും. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്. ഓക്കെ, സോ അപ്പൊ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ടീച്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവശ്യമില്ല. പിന്നെ നമുക്ക് വീക്ക്ലി പ്രാക്ടീസ് ആൻഡ് മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും. വീക്ക്ലി പ്രാക്ടീസ്, മന്ത്ലി ടെസ്റ്റ് നമ്മൾ ആപ്പിലൂടെ, വെബ് ആപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ വെബ് ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ വെബ് ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എന്താ പറയാ ഒന്ന് അസസ്മെന്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും, മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ചാപ്റ്റർ വൈസ് പ്രാക്ടീസ് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ആ ഒരു ആപ്പിലൂടെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ട്, അതായത് 24/7 ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു പാക്കേജ് ആണ് നമ്മളുടെ ഈ ഒരു സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നോട്ടുകൾ. നമുക്ക് ക്ലാസ് റൂം നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എൻഡ് ആവുമ്പോൾ ഫുൾ A1 സ്കോർ ചെയ്യുന്ന ലെവലിലോട്ടാണ് നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് ഷീറ്റുകളും അതുപോലെ തന്നെ അസസ്മെന്റ്സും ഡെയിലി ടെസ്റ്റുകളും എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളുമായിട്ട് വളരെ എന്താ പറയാ എൻജോയ്മെന്റോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പിന്നെ വരുന്ന ഒരു ഡൗട്ടാണ്, ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ വാട്ട് വി ഹാവ് ഇസ് മിനി ബാച്ചസ്. ഓക്കെ, മിനി ബാച്ചസ് ആണ്. ഒരു ബാച്ചിൽ 15 സ്റ്റുഡൻസ് ആയിട്ടുള്ള മിനി ബാച്ചുകളായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടാവുക. സോ പെർ ബാച്ച് നമുക്ക് മാക്സിമം സ്റ്റുഡന്റ് എന്ന് പറയുന്നത് 15. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടും. ആ 24/7 മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ കൺഫ്യൂഷൻ, സിലബസിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട. NEP പ്രകാരമുള്ള പുതിയ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. സോ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സിലബസ് മാറ്റത്തിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വി വിൽ ഗിവ് യു ദ ഫുൾ സപ്പോർട്ട് ടു ക്രാക്ക് യുവർ എക്സാമിനേഷൻ. സോ ഇനി നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെബ് ആപ്പാണ് നമുക്കുള്ളത്. സോ നമ്മുടെ വെബ് ആപ്പ് എല്ലാ ഡിവൈസസിലും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്പിലേക്ക് ഡയറക്റ്റ് ആവുന്നതായിരിക്കും. സോ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനകത്ത് എൻറോൾ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബാർ വരും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേര് അതുപോലെ തന്നെ ഇമെയിൽ ID ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അഫോർഡബിൾ ആയ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. സോ 9ാം ക്ലാസ് അല്ലേ, ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. മാറിയ സിലബസിനനുസരിച്ച് നമുക്ക് കൃത്യമായി പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജോയിൻ റൈറ്റ് നൗ.